ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബഡി റോക്സ്. ഇന്ന് 30 മാർച്ച് 2025. ഓക്കെ, ഇന്നെടുത്തൊരു ട്രേഡിൻ്റെ ലോജിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമ്മൾ ട്രേഡ് അനലൈസ് 1 അവർ 15 മിനിറ്റ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് 3 മിനിറ്റ് 5 മിനിറ്റ് ആണ്. ഓക്കെ, നമ്മൾ 1 അവർ ചാർട്ടിൽ പോകാം. ഈ ഒരു ട്രേഡ് ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ലൈനാണ് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ താഴെ ഇടുന്ന സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്ത് നല്ല രീതിയിൽ മുകളിലോട്ടൊരു എന്താ പറയേണ്ടത് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു 15 മിനിറ്റ് ചാർട്ടിൽ നോക്കിയിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കണക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മളൊരു ഫിബ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എബോവ് 61.8% മുകളിൽ ക്ലോസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സെല്ലിംഗ് മൊമെൻറ്റത്തെ എന്താ പറയണ്ട കൗണ്ടർ ചെയ്ത് ഒരു ബയേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ അതായത് ഈ ഒരു സെല്ലിംഗ് മൊമെൻറ്റത്തിന് 60 എബോവ് മാർക്കറ്റ് പോയത്. ഓക്കെ, അങ്ങനെ ഒരു കൺസിഡറേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ട്രേഡ് സെറ്റപ്പ് ഫോം ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമുക്ക് മനസ്സിലാവും നോക്കിയാണ് ഇവിടെ ഒരു മൈക്രോ ട്രെൻഡ് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50 മിനിറ്റിൽ ഒരു കാര്യങ്ങൾ കാണിച്ചു തരാം. 50 മിനിറ്റ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ബോട്ടം ടു ടോപ്പ് ഫിബ് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന റീസൺ എന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ 23.6%-ൻ്റെ ഏരിയയിൽ എന്താണ് കുറച്ച് നേരം സപ്പോർട്ട് എടുത്തും അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരുപാട് സെല്ലേഴ്സ് ഇവിടെ അട്രാക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം ആ സെല്ലേഴ്സിനെ എല്ലാം അവരെല്ലാം എന്താ പറയേണ്ടത് സ്റ്റോപ്പ് ലോസ് മുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു മുകളിലൊരു ലിക്വിഡിറ്റി നല്ല രീതിയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് സഡൻ ആയിട്ട് മാർക്കറ്റ് തിരിച്ചു പോയി. നമ്മൾ 3 മിനിറ്റിൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്താണ് ഒരു മൈക്രോ ട്രെൻഡ് ഫോം ചെയ്ത് ഇവിടെ എല്ലാം ലിക്വിഡിറ്റി ഫോം ചെയ്ത് അതിനുശേഷം എന്താണ് ഒരു സ്ട്രോങ് വിത്ത് വോളിയം, അതായത് പ്രീവിയസ് ക്യാൻഡിനെ കാട്ടി ഹൈ വോളിയത്തിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. നമ്മുടെ ട്രേഡ് സെറ്റപ്പ് അനുസരിച്ച് ബ്രേക്ക് ഔട്ട് ക്യാൻഡിൻ്റെ ഹൈയിൽ നമ്മൾ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു. ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിനൊരു ലോജിക് ഉണ്ട്. നമ്മൾ 15 മിനിറ്റിലെ ചാർട്ടിൽ കണ്ടതാണ് എന്താണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലേഴ്സിന് ട്രാപ്പ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയത്. അപ്പോൾ മാർക്കറ്റിന് വീണ്ടും ഈ ഒരു ഏരിയയിൽ തിരിച്ച് മാർക്കറ്റ് വരികയാണെങ്കിൽ അത് ഈ താഴോട്ടുള്ള സ്റ്റോപ്പ് ലോസുകളിൽ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അധികം സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ഹൈക്ക് എടുത്ത് സെറ്റ് ചെയ്തു. കാരണം മാർക്കറ്റ് ഈ ഒരു ഹൈ ലൈൻ എടുത്ത് വരുന്ന സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള റീസൺസ് ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് എല്ലാം എടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു നമുക്ക് ഏകദേശം ഒരു 1:2 നമ്മൾ റിവാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റും മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നല്ലൊരു ഡൗൺഫാൾ തന്നിട്ടുണ്ട്. എനിവേ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ട്രേഡ് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.